ശത്രുവിന്റെ ആയുധങ്ങൾ കൊണ്ട് ശത്രുവിനെ വിറപ്പിക്കുന്ന ഇറാന്റെ തന്ത്രങ്ങൾ. അമേരിക്കൻ നാവികസേന വർഷങ്ങൾക്ക് മുൻപ് ഉപേക്ഷിച്ച ലോകത്തെവിടെയും കാണാത്ത ഒരു രഹസ്യ ആയുധം ഇന്നും ഒരു രാജ്യം തങ്ങളുടെ ആകാശത്ത് സംരക്ഷിക്കുന്നുണ്ട്. അതും അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുരാജ്യം. ശീതയുദ്ധകാലത്തെ ഏറ്റവും ഭീതിജനകമായ യുദ്ധവിമാനങ്ങളിലൊന്നായ F-14 ടോംകാറ്റ് കാലം മാറിയിട്ടും സാങ്കേതിക വിദ്യകൾ മാറിയിട്ടും ഇറാന്റെ മണ്ണിൽ ഇന്നും സജീവമാണ്. എങ്ങനെയാണ് കടുത്ത ഉപരോധങ്ങൾക്കിടയിലും അമേരിക്കൻ നിർമ്മിത വിമാനങ്ങളെ ഇറാൻ പറപ്പിക്കുന്നത്? ശത്രുവിന്റെ ആയുധം കൊണ്ട് ശത്രുവിനെ തന്നെ നേരിടുന്ന ഇറാന്റെ ഈ അത്യപൂർവ സൈനിക രഹസ്യത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. 1970കളിൽ ഷാ മുഹമ്മദ് റസ പഹ്ലവിയുടെ ഭരണകാലത്ത് ഇറാൻ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷികളിൽ ഒന്നായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക ഇറാനെ ശക്തമായ ഒരു വ്യോമസേനയായി മാറ്റാൻ തയ്യാറായിരുന്നു. അതിന്റെ ഭാഗമായാണ് സാധാരണയായി US കാരിയർ ബാറ്റിൽ ഗ്രൂപ്പുകളുടെ മുൻനിര പ്രതിരോധത്തിനായി മാത്രം വിന്യസിക്കാറുണ്ടായിരുന്ന F-14A ടോംകാറ്റ് ജെറ്റുകൾ ഇറാനിലേക്ക് കൈമാറിയത്. മൊത്തം 79 വിമാനങ്ങൾ അടങ്ങിയ ഈ കരാർ ആ കാലഘട്ടത്തിലെ ഏറ്റവും നൂതനമായ ദീർഘദൂര വ്യോമ മേധാവിത്വ ശേഷി ഇറാന് നൽകി. ശക്തമായ AWG-9 റഡാർ സംവിധാനവും 150 കിലോമീറ്ററിലധികം ദൂരത്തിൽ ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്ന AIM-54 ഫീനിക്സ് മിസൈലും ചേർന്നപ്പോൾ ടോംകാറ്റ് ആകാശത്തൊരു ഭീമനായി മാറി. എന്നാൽ 1979ലെ ഇസ്ലാമിക വിപ്ലവത്തോടെ ഈ ബന്ധം പൂർണ്ണമായും തകർന്നു. ഷാ ഭരണകൂടം വീണതോടെ അമേരിക്ക ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. എല്ലാ സൈനിക സഹകരണങ്ങളും അവസാനിപ്പിച്ചു. സ്പെയർ പാർട്സും സാങ്കേതിക സഹായവും അറ്റകുറ്റപ്പണി പിന്തുണയും ഇല്ലാതായതോടെ ഇറാന്റെ കൈവശമുണ്ടായിരുന്നത് നൂതനമായെങ്കിലും ഒറ്റപ്പെട്ട ഒരു ടോംകാറ്റ് കപ്പൽപ്പട മാത്രമായി. സാധാരണ സാഹചര്യങ്ങളിൽ ഇത്തരം വിമാനങ്ങൾ കുറച്ച് വർഷങ്ങൾക്കകം നിലം പതിക്കേണ്ടിയിരുന്നുവെങ്കിലും ഇറാൻ അതിന് വഴങ്ങാൻ തയ്യാറായില്ല. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ഈ വിമാനങ്ങളെ നിലനിർത്താനുള്ള ഇറാന്റെ അസാധാരണമായ ശ്രമങ്ങൾ ആരംഭിച്ചത്. വിദേശ സഹായമില്ലാത്ത സാഹചര്യത്തിൽ ഇറാനിയൻ എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരും നരഭോജനം എന്നറിയപ്പെടുന്ന രീതിയിലേക്ക് നീങ്ങി ചില വിമാനങ്ങളെ നിലത്തിറക്കി. അവയുടെ ഭാഗങ്ങൾ ഉപയോഗിച്ച് മറ്റു വിമാനങ്ങളെ പറക്കാവുന്ന നിലയിൽ നിലനിർത്താൻ അതോടൊപ്പം ചില ഘടകങ്ങളുടെ പ്രാദേശിക നിർമ്മാണവും റിവേഴ്സ് എഞ്ചിനീയറിംഗും ആരംഭിച്ചു. ലഭ്യമായ ആയുധങ്ങൾക്കും സെൻസറുകൾക്കും അനുയോജ്യമായി ചില ഏവിയോണിക്സ് പരിഷ്കരണങ്ങളും നടപ്പാക്കി. ഫലങ്ങൾ എല്ലായ്പ്പോഴും സമ്പൂർണ്ണമല്ലായിരുന്നുവെങ്കിലും ഈ ശ്രമങ്ങൾ ടോംകാറ്റുകളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിൽ നിന്ന് രക്ഷിച്ചു. കാലക്രമേണ ഇറാന്റെ F-14 കപ്പലുകളുടെ എണ്ണം കുറയുകയായിരുന്നു. ഇന്ന് എത്ര വിമാനങ്ങൾ യഥാർത്ഥത്തിൽ പ്രവർത്തനക്ഷമമാണ് എന്ന കാര്യത്തിൽ വ്യക്തമായ കണക്കുകളില്ല. വിവിധ പ്രതിരോധ വിശകലനങ്ങൾ അനുസരിച്ച് ഡസനോളം വിമാനങ്ങൾ ഇപ്പോഴും രജിസ്റ്ററിൽ ഉണ്ടാകാം. എന്നാൽ 20ൽ താഴെ മാത്രമേ സ്ഥിരമായി പറക്കാൻ കഴിയുന്ന നിലയിൽ ഉണ്ടാകൂ എന്ന വിലയിരുത്തലുകളും ഉണ്ട്. സമീപകാല സംഘർഷങ്ങളിലെയും ആക്രമണങ്ങളിലെയും റിപ്പോർട്ടുകൾ ഈ കണക്കുകളെ കൂടുതൽ അനിശ്ചിതമാക്കുന്നു. എന്നിരുന്നാലും ലോകത്ത് മറ്റെവിടെയും ടോംകാറ്റ് സജീവ സേവനത്തിൽ ഇല്ല എന്ന സത്യം മാറ്റമില്ലാതെ തുടരുകയാണ്. സാങ്കേതികമായി നോക്കുമ്പോൾ F-14 ഇന്ന് ആധുനിക 5ാം തലമുറ യുദ്ധവിമാനങ്ങളോട് താരതമ്യം ചെയ്യാനാകാത്ത വിധം പഴക്കമുള്ളതാണ്. 1960കളിൽ രൂപകൽപ്പന ചെയ്ത ഈ ജെറ്റ് 2006ൽ അമേരിക്കൻ നാവികസേന ഔദ്യോഗികമായി വിരമിച്ചു. ആധുനിക സ്റ്റെൽത്ത് വിമാനങ്ങൾ, നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധ സിസ്റ്റങ്ങൾ, പുരോഗമിച്ച ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ എന്നിവയുടെ കാലത്ത് ടോംകാറ്റ് സാങ്കേതികമായി കാലഹരണപ്പെട്ടതായി പലരും കാണുന്നു. എന്നിരുന്നാലും ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇത് വെറുമൊരു യുദ്ധവിമാനം മാത്രമല്ല, ഉപരോധങ്ങളെയും ഒറ്റപ്പെടലിനെയും അതിജീവിച്ച സ്വയം പര്യാപ്തതയുടെ ചിഹ്നമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇറാന്റെ ആകാശത്ത് പറക്കുന്ന ഓരോ F-14 ടോംകാറ്റും ശീതയുദ്ധത്തിന്റെ ഓർമ്മയും തകർന്ന സഖ്യങ്ങളുടെ ചരിത്രവും കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും ഒരു രാജ്യം തന്റെ സൈനിക ശേഷി നിലനിർത്താൻ നടത്തിയ അസാധാരണമായ ശ്രമങ്ങളുടെ കഥയും ഒരുമിച്ച് വഹിച്ചു നടക്കുകയാണ്. ലോകത്തിലെ മറ്റെവിടെയും കാണാനാകാത്ത ഈ കാഴ്ച വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും അപൂർവമായ അധ്യായങ്ങളിൽ ഒന്നായി തുടരുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.